മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട മാതാവ്, മലയാളികൾക്കെല്ലാം മോഹൻലാലിനെ പോലെ തന്നെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു. ആ അമ്മയാണിപ്പോൾ വിട പറയുന്നത്. കൊച്ചി എളമക്കരയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. മോഹൻലാൽ അടക്കമുള്ള ആളുകൾ വീട്ടിലെത്തി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ആ അമ്മ ഓർമ്മയാകുമ്പോൾ ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടമാകുന്ന ഒരു വാർത്ത കൂടിയായിരിക്കും ഇത്. കാരണം എത്രത്തോളം മലയാളികൾ മോഹൻലാലിനെ സ്നേഹിച്ചിരുന്നു, മോഹൻലാലിനെ ഇഷ്ടപ്പെട്ടിരുന്നു, അത്രത്തോളം മലയാളികൾ ഇഷ്ടപ്പെട്ടിരുന്ന, സ്നേഹിച്ചിരുന്ന, മോഹൻലാലിനെ പോലെ തന്നെ കണ്ടിരുന്ന അമ്മയായിരുന്നു അത്. അത്ര വലിയൊരു കലാകാരനെ ലോകത്തിന് സമ്മാനിച്ച ഒരമ്മ, ആ അമ്മയാണിപ്പോൾ വിട പറഞ്ഞു പോകുന്നത്. സിനിമാ ലോകത്തു നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മറ്റ് ബന്ധുമിത്രാദികളുമൊക്കെ ഇപ്പോൾ എളമക്കരയിലെ ആ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി. കഴിഞ്ഞ കുറച്ചു കാലമായി തന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ ചികിത്സയിലായിരുന്നു മോഹൻലാലിൻ്റെ അമ്മ. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും മോഹൻലാൽ ഓടിയെത്തുന്ന ഒരിടം, തൻ്റെ സങ്കടങ്ങളൊക്കെ പറയുന്ന ഇടം, മോഹൻലാൽ ആരാണ് എന്താണ് എന്നതിനെപ്പറ്റി കൃത്യമായി അറിയുന്ന ഒരാൾ, ആ ഒരാളാണിപ്പോൾ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നത്. അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ എവിടെ നിന്നാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും തിരികെ അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തുമായിരുന്നു മോഹൻലാൽ. ഇനിയിപ്പോൾ അങ്ങനെ ഓടി വരാനൊരാളില്ല. അത്രത്തോളം സങ്കടക്കടലിലായിരിക്കും ആ വീടിപ്പോൾ ഉണ്ടാവുക. അങ്ങനെ ഒരാൾ ലോകത്തോട് വിട പറയുകയാണ്. നിരവധി ആളുകളാണിപ്പോൾ ആ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ ലോകത്തു നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും ഒക്കെയുള്ള രാഷ്ട്രീയക്കാരുമൊക്കെ ഇപ്പോൾ അമ്മയെ അവസാനമായി കാണാൻ എത്തുകയാണ്. ഇപ്പോൾ ഇതാ രമേശ് പിഷാരടി മോഹൻലാലിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി. മമ്മൂട്ടിയും ഒപ്പമുണ്ടോ? മമ്മൂട്ടി ഇതാ മോഹൻലാലിൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുന്നു. അവസാനമായി ശാന്തകുമാരി അമ്മയെ ഒരു നോക്ക് കാണാനായി, അന്തിമോപചാരം അർപ്പിക്കാനായി മോഹൻലാലിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മ വിട പറഞ്ഞിരിക്കുന്നു എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ ആ വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ് അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി. തിരുവനന്തപുരത്തായിരിക്കും സംസ്കാരം എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇപ്പോഴും കൃത്യമായൊരു തീരുമാനം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നിരവധി ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലേക്ക്. മോഹൻലാലിന് അത്രയും പ്രിയപ്പെട്ട ഒരാൾ, മോഹൻലാൽ അത്രയും ലോകത്തെ സ്നേഹിച്ചിരുന്ന, മോഹൻലാലിനെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാൾ, മോഹൻലാൽ എത്രത്തോളം ആ അമ്മയെ സ്നേഹിച്ചിരുന്നു അത്രത്തോളം ആരാധകരും മലയാളികളും ഒക്കെ സ്നേഹിച്ചിരുന്ന ഒരാൾ ഇപ്പോൾ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു.
കണ്ണുകൾ കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കണ്ണുകൾ കൊണ്ട് തന്നെ ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ ഘട്ടത്തിൽ ആണെങ്കിലും പലപ്പോഴും അങ്ങനെ തന്നെ അമ്മയുമായിട്ടുള്ള ആ ഒരു വൈകാരികത്വം പറയുന്നത് നമുക്കറിയാം. മലയാളികളുടെ മോഹൻലാലിന്റെ അമ്മ എന്ന് പറയുമ്പോൾ പലപ്പോഴും മലയാളികൾക്കൊക്കെ ഒരു പലപ്പോഴും ആ അമ്മയെ വളരെ മാതൃത്വത്തോടെ കൊണ്ട് തന്നെയാണ് അകറ്റി നിന്ന ഒരു സമയമാണ്. പലപ്പോഴും മോഹൻലാലിനെ പുറത്ത് മോഹൻലാൽ കാലത്തിലൊക്കെ ബുദ്ധിമുട്ടിയായിരുന്നു. ഇപ്പോഴും ഈ അമ്മയും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എങ്ങനെയായിരുന്നു മോഹൻലാലിലൂടെയുള്ള മോഹൻലാലിന്റെ വളർച്ചയുടെ ഒരു മോഹൻലാലിന്റെ സിനിമകൾ പലരും അമ്മ കഴിച്ചാണ്. മോഹൻലാലിന്റെ സിനിമയിൽ ആരെങ്കിലും മരിക്കുന്നതൊക്കെ കണ്ടാൽ സങ്കടം വരുന്നത് മോഹൻലാൽ എന്ന പ്രതിഭാസത്തെ നമ്മൾ മലയാളികൾക്ക് സമ്മാനിച്ച അമ്മയാണ് വിട പറഞ്ഞിരിക്കുന്നത്. കൊച്ചിയിലെ എളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു മോഹൻലാലിൻ്റെ അമ്മയുടെ അന്ത്യം. 90 വയസ്സായിരുന്നു. ലാലു എന്നായിരുന്നു അമ്മയെ മോഹൻലാൽ വിളിക്കാറുണ്ടായിരുന്നത്. ആ അമ്മ ഇപ്പോൾ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു, മോഹൻലാലിനോട് വിട പറഞ്ഞിരിക്കുന്നു. മല്ലികാ സുകുമാരൻ ചേരുന്നുണ്ട്. മല്ലികാ സുകുമാരൻ, ഇപ്പോൾ ഇതാ മോഹൻലാലിൻ്റെ അമ്മ വിട പറഞ്ഞിരിക്കുന്നു. അതീവ ദുഃഖകരമായൊരു വാർത്ത. മോഹൻലാലിനെ പോലെ ഒരു വലിയ നടനെ നമുക്ക് സമ്മാനിച്ച അമ്മയാണ് വിട പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഓർമ്മകളാണ് അവരുമായി പങ്കുവെക്കാനുള്ളത്? അയ്യോ കൊള്ളാം. മകനെ സമ്മാനിക്കുന്നതിനൊക്കെ മുമ്പേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഹൻലാൽ എന്ന നടൻ എന്ന മകനായിരിക്കും അല്ലേ? എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്ന 5ൽ പഠിക്കുന്ന മോന്റെ കാലത്തൊട്ട് ഞാൻ ആ ചേച്ചിയുമായിട്ട് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അങ്ങനെയൊക്കെയുള്ള അമ്മമാരെയൊക്കെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം ഈ പറഞ്ഞതുപോലെ. അത് വളരെ കുറച്ചേ ഉള്ളൂ, പഴയ തലമുറയിലൊക്കെ ഉള്ളവർക്കെ ഉള്ളൂ. അമ്മയ്ക്ക് സിനിമയെന്നോ രാഷ്ട്രീയമെന്നോ ഒന്നുമില്ല. ലാലുവിന്റെ കൂട്ടുകാർ വരുമ്പോ എന്റെ മോന്റെ കൂട്ടുകാര്, അല്ലാത്തവര് വരുമ്പോ എന്റെ പരിചയക്കാര്, അതൊന്നും അല്ലാത്ത നാട്ടിൽ നിന്നൊക്കെ വരുമ്പോ അവര് ബന്ധുക്കൾ. ആര് വന്നാലും അമ്മ അമ്മയാ. ഒരു വീട്ടിലെ അമ്മ എന്ന് പറയുന്നത് എന്താണോ അതാണ് ആ അമ്മ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ ഒരു, ഞാൻ തിരുവനന്തപുരത്തേക്ക് തന്നെ എത്തി. ഇപ്പൊ ഞാൻ കാറിലിരിക്കുക, വീടെത്താറായി. അപ്പൊ ഈ ന്യൂസ് കേട്ടു. പിന്നെ അപ്പൊ ഒരു സമാധാനം എനിക്ക് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നു എല്ലാരും വിളിച്ച് പറഞ്ഞു. അപ്പൊ എനിക്കൊന്ന് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. കാരണം ഈ അടുത്ത കാലത്ത് കുറച്ചൊരു കാലിന്റെ ഒക്കെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് വളരെ ഈ ഒരുപാട് വിസിറ്റുകൾ പോകാൻ പറ്റാതെ ചേച്ചിയെ കണ്ട് ഇതിന്റെ ഇടയ്ക്കൊന്ന് പോയിരുന്നു ഞാൻ എന്റെ സഹോദരനൊക്കെ ആയിട്ട്. പക്ഷെ അതിന് മുമ്പ് എന്തായാലും ചേച്ചി ശാന്തമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. കാരണം ചില ആൾക്കാർ പോകുമ്പോ നമുക്ക് ആരും നഷ്ടപ്പെട്ടു പോയൊരു വല്ലാത്തൊരു വിഷമമുണ്ട്. ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല, നിങ്ങൾക്കത് അറിയാമല്ലോ. പക്ഷെ ശാന്തമ്മ ചേച്ചിയൊക്കെ പോവാന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അമ്മയുടെ സഹോദരി പോകുന്നത് പോലും അല്ലെങ്കിൽ